Ocean currents, സമുദ്രജല പ്രവാഹങ്ങൾ. Ocean currents are the continuous flow of sea water from one direction to another. Ocean currents are the continuous flow of sea water from one direction to another. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം. That can be classified as warm currents and cold currents. സമുദ്രജല പ്രവാഹങ്ങൾ ഉഷ്ണജല പ്രവാഹങ്ങൾ എന്നും ശീതജല പ്രവാഹങ്ങൾ എന്നും പ്രവാഹങ്ങൾ രണ്ടു തരത്തിലുണ്ട്. Warm currents are the currents that flow from the tropical or subtropical regions towards the polar or subpolar regions. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണമേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. Similarly, cold currents are the currents that flow in from the polar or the subpolar regions towards the tropical or subtropical regions. അതുപോലെ ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണമേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ. ലിസൺ, ഇക്വേറ്റർ 0 degree, 23.5 നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, 66.5 നോർത്ത് ആർട്ടിക് സർക്കിൾ, 66.5 സൗത്ത് അന്റാർട്ടിക് സർക്കിൾ, 90 നോർത്ത് പോൾ, 90 സൗത്ത് പോൾ. Ocean currents. Ocean currents are the continuous flow of sea water from the one direction to another. The currents, ocean currents classified into warm currents and cold currents. The warm currents are the currents that flow from the tropical or subtropical region. So the tropics, subtropics region, subtropics regions. Subtropics, tropics, subtropics. So warm currents are the currents that flow from the tropical or subtropical regions Warm currents are the currents that flow from the tropical or subtropical regions towards the subpolar and polar regions. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണമേഖലയിൽ നിന്നോ ആരംഭിച്ച് ഉപധ്രുവീയ അല്ലെങ്കിൽ ധ്രുവീയ മേഖലകളിലേക്ക് പോകുന്ന ജലപ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. Cold currents are the currents that flow in from the polar or subpolar regions towards the tropical, subtropical or tropical regions. ധ്രുവീയ മേഖലയിൽ നിന്നോ ഉപധ്രുവീയ മേഖലയിൽ നിന്നോ ആരംഭിച്ച് ഉപോഷ്ണ മേഖലയിലേക്കോ ഉഷ്ണമേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന ജലപ്രവാഹങ്ങളാണ് ശീതജലപ്രവാഹങ്ങൾ. അതാണ് കോൾഡ് കറൻസ്. What is the causes of ocean currents? What is the causes of ocean currents? സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം. The temperature and salinity of sea water varies from ocean to ocean. The temperature and salinity of sea water varies from ocean to ocean. This difference leads to density differences in sea water. സമുദ്രജല ലവണത്വം, താപനില എന്നിവ ഓരോ സമുദ്രത്തിലും വ്യത്യാസമാണ്. ഈ വ്യത്യാസം സമുദ്രജലത്തിൻ്റെ സാന്ദ്രത വ്യത്യാസത്തിന് കാരണമാകുന്നു. The difference in density is one of the factors that cause ocean currents. The difference in density is one of the factors that cause ocean currents. ഈ വ്യത്യാസം
സമതലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാകുന്നു. സമതലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിലൊന്നാണ്. കറൻസ് ഓഫ് ദ പസഫിക് ഓഷ്യൻ, പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. ഒബ്സർവ് ദ പിക്ചർ, ചിത്രം നിരീക്ഷിച്ചാൽ. സോ 0 ഡിഗ്രി ഇക്വേറ്റർ ആണ്, ഭൂമധ്യരേഖയാണ്. 23½ ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. 23½ ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. ഇത്രയും ഭാഗമാണ്. 0 മുതൽ 23 ഡിഗ്രി വടക്ക് തെക്ക് ഭാഗത്താണ് സാധാരണ ട്രോപ്പിക്സ്, ഉഷ്ണമേഖല എന്ന് പറയുന്നത്. 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് ആ ലാറ്റിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ് 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 66 മുതൽ മുകളിലോട്ട് നമുക്കറിയാം ഫ്രിജിഡ് സോൺ, ശൈത്യ മേഖലയാണെന്ന് അറിയാം. അത് 90 ഡിഗ്രി വരെയാണ്. അപ്പോൾ ഓരോ കറൻസിൻ്റെയും ആരോ മാർക്സ് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് കറൻസ് ഓഫ് ദ പസഫിക് ഓഷ്യൻ ആണ്. പസഫിക് ഓഷ്യനിലെ വാം കറൻസിനും കോൾഡ് കറൻസിനും പ്രത്യേകം ആരോ മാർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ചു നോക്കണം. നമുക്ക് ആദ്യം 0 ഡിഗ്രി ഇക്വേറ്ററിൻ്റെ ഭാഗത്തുള്ള കറൻസ് പറയാം. സോ നോർത്ത് ഇക്വട്ടോറിയൽ കറൻസ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, സൗത്ത് ഇക്വട്ടോറിയൽ കറൻസ് സദേൺ ഹെമിസ്ഫിയറിലാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റിലാണ് ഇക്വട്ടോറിയൽ കൗണ്ടർ കറൻസ് മൂവ് ചെയ്യുന്നത്. വാം കറൻസ് ശ്രദ്ധിക്കുക, വാം കറൻസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വാം കറൻസുകൾ, സോ ഗുറോഷ്യോ കറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ശ്രദ്ധിച്ചു നോക്കുക. നോർത്ത് പസഫിക് കറൻസ്, ബ്രിട്ടീഷ് കൊളംബിയ കറൻസ്, സദേൺ ഹെമിസ്ഫിയറിന് സൗത്ത് ഇക്വട്ടോറിയൽ കറൻസ് ഉണ്ട്, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറൻസ്. ഇതൊക്കെ വാം കറൻസ് ആണ്. നോർത്ത് ഇക്വട്ടോറിയൽ കറൻസ്, കൊറോഷ്യ കറൻസ്, നോർത്ത് പസഫിക് കറന്റ്, ബ്രിട്ടീഷ് കൊളംബിയൻ കറന്റ്, സൗത്ത് ഇക്വട്ടോറിയൽ കറന്റ്, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറൻസ് ആർ വാം കറൻസ്. ഇനി കോൾഡ് കറൻസ്, കാലിഫോർണിയ കറൻസ്, ഏറോ മാർക്ക് ശ്രദ്ധിക്കുക, കാലിഫോർണിയ കറൻസ്, ഒയാഷിയോ കറൻസ്, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് നമുക്കറിയത് സദേൺ ഹെമിസ്ഫിയറിലാണ്. ആൻഡ് പെറു ഹംബോൾട്ട് കറൻസ്, കാലിഫോർണിയ കറൻറ്റ്, ഒയാഷിയോ കറൻറ്റ്, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, പെറു കറൻസ് ആണ് പസഫിക് ഓഷ്യനിലെ കോൾഡ് കറൻസ്. നെക്സ്റ്റ് കറൻസ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. 0 ഡിഗ്രി 23½ ഡിഗ്രി നോർത്ത് 23½ ഡിഗ്രി സൗത്ത്. സോ ലാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇക്വേറ്ററിൻ്റെ മുകൾ ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഞാൻ ആദ്യം കറൻസ് വായിക്കുന്നത്. വാം കറൻസ് ആണ് ആദ്യം വായിക്കുന്നത്, വാം കറൻസ്. എറോ ശ്രദ്ധിക്കുക. നോർത്ത് ഇക്വട്ടോറിയൽ കറൻസ്, ഗൾഫ് സ്ട്രീം, നോർത്ത് അറ്റ്ലാന്റിക് കറന്റ്, സൗത്ത് ഇക്വട്ടോറിയൽ കറന്റ്, ബ്രസീലിയൻ കറൻസ്, കോൾഡ് കറൻസ്, കാനറീസ് കറന്റ്, ലാബ്രഡോർ കറന്റ്, വെസ്റ്റ് വിൻഡ് കറന്റ്, ബെൻഗ്വല കറന്റ്. കറൻസ് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. ആദ്യം വാം കറൻസ് ആണ് പറയുന്നത്. ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്, എറോ മാർക്ക് ശ്രദ്ധിക്കുക. സൗത്ത് ഇക്വട്ടോറിയൽ കറൻസ്, അഗുൽഹാസ് കറൻസ് ആൻഡ് സൗത്ത് വെസ്റ്റ് മൺസൂൺ കറൻസ് വാം കറൻസ് ആണ്. സൗത്ത് ഇക്വട്ടോറിയൽ കറൻസ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ കറൻസ്, അഗുൽഹാസ് കറൻസ് വാം കറൻസ് ആണ്. കോൾഡ് കറൻസ്, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, വെസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ്, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, വെസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ് കോൾഡ് കറൻസ് ആണ്. എല്ലാവരും നന്നായി 3 മാപ്പും ശ്രദ്ധിക്കുക. ഓഷ്യൻ കറൻസ് മാപ്പിൽ വരച്ച് പഠിക്കുക. വാം കറൻസ്, ഓരോ ഓഷ്യൻസിലെയും വാം കറൻസ്, അതുതന്നെ കോൾഡ് കറൻസ് ഒക്കെ സെപ്പറേറ്റ്
നന്നായി വരച്ച് പഠിക്കുക. സ്കൂൾ തുറന്നാൽ തന്നെ വരച്ച 3 മാപ്പും കാണിക്കണം. പെൻസിൽ കൊണ്ട് മാത്രം വരയ്ക്കുക. നിങ്ങൾക്ക് പെന്നുകൊണ്ട് എഴുതാവുന്നതാണ്. എല്ലാവരും കൃത്യമായി ചെയ്തിരിക്കണം. നെക്സ്റ്റ്, എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻസ്. സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണ്? എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻസ്. ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് കോസ്റ്റൽ റീജിയൻസ്. ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് കോസ്റ്റൽ റീജിയൻസ്. സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഫോഗ് ഡെവലപ്സ് ഇൻ ദ റീജിയൻസ് വേർ വാം ആൻഡ് കോൾഡ് കറൻസ് മീറ്റ്. Fog develops in the regions where warm and cold currents meet. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകുന്നു. The regions where the warm and cold currents meet provide favorable conditions for the growth of fish. The regions where the warm and cold currents meet provide favorable conditions for the growth of fish. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. Next, hope you are convinced of the importance of seawater movements in the human life. Oceans are useful to man in different ways. Let us look at them. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. സമുദ്രജല ചലനങ്ങൾ മനുഷ്യജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്തൊക്കെയെന്ന് മനസ്സിലായല്ലോ. സമുദ്രങ്ങൾ പല വിധത്തിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നു. അവ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ക്ലൈമറ്റ് കാലാവസ്ഥ. മിനറൽ ഡെപ്പോസിറ്റ്സ് ധാതു നിക്ഷേപങ്ങൾ. പവർ ജനറേഷൻ വൈദ്യുതി ഉൽപാദനം. ഓഷ്യൻസ് ആസ് എ സോഴ്സ് ഓഫ് ഫുഡ് സമുദ്രങ്ങൾ ഒരുക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ. ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ സീ കടൽ വെള്ളത്തിൽ നിന്നും കുടിവെള്ളം. ഫസ്റ്റ്, ക്ലൈമറ്റ് കാലാവസ്ഥ. ഓഷ്യൻസ് ഹാവ് എ ഡിസിസീവ് റോൾ ഇൻ കൺട്രോളിംഗ് ദ ക്ലൈമറ്റ് അലോങ് ദ കോസ്റ്റൽ റീജിയൻസ്. Oceans have a decisive role in controlling the climate along the coastal regions. തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സമുദ്രങ്ങൾ നിർണായകമായി സ്വാധീനിക്കുന്നു. The sea breeze during the day and the land breeze in the night regulate the temperature over the coast. പകൽ സമയത്ത് വീശുന്ന കടൽക്കാറ്റും രാത്രികാലങ്ങളിലെ കടൽക്കാറ്റും തീരപ്രദേശങ്ങളിലെ താപനില നിയന്ത്രിക്കുന്നു. Oceans play a part in the formation of weather phenomena like rain, wind and cyclones. മഴ, കാറ്റ്, ചക്രവാതം പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിൽ സമുദ്രങ്ങൾക്ക് പങ്കുണ്ട്. Generally, the coastal regions have a moderate climate, whereas severe summer and winter prevail in regions away from the sea. പൊതുവെ തീരപ്രദേശങ്ങളിൽ നിന്നും മിതമായ കാലാവസ്ഥയാണുള്ളത്. എന്നാൽ സമുദ്ര സാമീപ്യമില്ലാത്ത പ്രദേശങ്ങളിൽ വേനലും ശൈത്യവും കഠിനമായിരിക്കും. നെക്സ്റ്റ്, മിനറൽ ഡെപ്പോസിറ്റ്സ് ധാതു നിക്ഷേപങ്ങൾ. മോസ്റ്റ് ഓഫ് ദ മിനറൽസ് ഫൗണ്ട് ഓൺ ലാൻഡ് ആർ ഓൾസോ ഫൗണ്ട് ഇൻ ദ ഓഷ്യൻ. മോസ്റ്റ് ഓഫ് ദ മിനറൽസ് ഫൗണ്ട് ഓൺ ലാൻഡ് ആർ ഓൾസോ ഫൗണ്ട് ഇൻ ദ ഓഷ്യൻ. കരയിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക ധാതുക്കളും സമുദ്രങ്ങളിലും കാണപ്പെടുന്നു. Apart from the deposits of common salt, bromine, magnesium chloride, etc., the oceans contain iron ore, coal, petroleum and natural gas. കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം ക്ലോറൈഡ് എന്നിവ കൂടാതെ ഇരുമ്പയിര്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയുടെ നിക്ഷേപവും സമുദ്രങ്ങളിലുണ്ട്. Extraction of petroleum and natural gas from the oil field in the Arabian Sea about 162 km to the west of Mumbai shore started in 1974. This oil field is known as Mumbai High. മുംബൈ തീരത്ത് നിന്ന് 162 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ 1974 പെട്രോളിയവും പ്രകൃതിവാതകങ്ങളും ഖനനം ചെയ്യാൻ ആരംഭിച്ചു. ഈ എണ്ണപ്പാടം മുംബൈ ഹൈ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, പവർ ജനറേഷൻ വൈദ്യുതി ഉൽപാദനം.
Waves and tides are used for the generation of electric power. Waves and tides are used for the generation of electric power. തിരമാലകൾ, വേലികൾ എന്നിവ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നു. The waves that strike the turbines on the shores produce electricity by turning them. തീരത്ത് ആഞ്ഞടിക്കുന്ന ശക്തമായ തിരമാലകൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ടർബൈനുകളെ കറക്കുന്നു. ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നു. Sometimes reservoirs are constructed for storing seawater. Seawater that enters the reservoir at high tides is released during low tide. സമുദ്രതീരങ്ങളിൽ സമുദ്രജലം സംഭരിക്കാൻ റിസർവോയറുകൾ നിർമ്മിക്കുന്നു. ശക്തമായ വേലിയേറ്റ സമയത്ത് സംഭരണികളിൽ ശേഖരിച്ചിട്ടുള്ള ജലം തുറന്നുവിടുന്നു. The turbine moves at both instants and electricity is generated. The turbines moves at both instant and electricity is generated. വേലിയേറ്റ സമയത്ത് അകത്തേക്കും വേലിയിറക്ക സമയത്ത് പുറത്തേക്കും ജലം ശക്തമായി നീങ്ങുന്നതിൻ്റെ ഫലമായി ടർബൈനുകൾ കറങ്ങുന്നു. ഇതുവഴിയും വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നു. നെക്സ്റ്റ്, ഓഷ്യൻസ് ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്. സമുദ്രങ്ങൾ ഒരുക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ. ഫിഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഓഫ് ഫുഡ്. ജപ്പാൻ, പെറു, China, Norway and the United States of America are the leading fishing nations. Fish is an important item of food. Japan, Peru, China, Norway and the United States of America are the leading fishing nations. നമ്മുടെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് മത്സ്യം. ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങൾ ജപ്പാൻ, പെറു, ചൈന, നോർവേ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവയാണ്. Marine organisms are the source of many medicines. They are used for the production of antibiotics, steroids and vitamins. കടലിലെ സസ്യജന്തുജാലങ്ങൾ നിരവധി ഔഷധങ്ങളുടെ സ്രോതസ്സാണ്. ആൻറ്റിബയോട്ടിക്കുകൾ, സ്റ്റിറോയിഡുകൾ, വൈറ്റമിനുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിനായി സമുദ്രത്തിലെ സസ്യജന്തുജാലങ്ങളെ ഉപയോഗിക്കുന്നു. പലതരം മരുന്നുകളുടെ നിർമ്മാണത്തിനും ഇവ പ്രയോജനപ്പെടുത്തുന്നു. നെക്സ്റ്റ്, ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ സീ. ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ സീ. കടൽ വെള്ളത്തിൽ നിന്നും കുടിവെള്ളം. We can purify sea water for drinking purpose. Which are the methods to purify sea water? Observe the chart. കടൽ വെള്ളത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാനാവും. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് കടൽ വെള്ളത്തെ ശുദ്ധീകരിക്കാം? Methods to purify sea water. കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ. Separating water from brackish water. Separating water from brackish water through methods like distillation, evaporation and condensation. Through methods like distillation, evaporation and condensation. ലവണജലത്തിൽ നിന്നും ജലം വേർതിരിക്കൽ, സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം എന്നീ മാർഗങ്ങളിലൂടെ. സെപ്പറേറ്റിംഗ് സാൾട്ട് ഫ്രം ബ്രാക്കിഷ് വാട്ടർ. സെപ്പറേറ്റിംഗ് സാൾട്ട് ഫ്രം ബ്രാക്കിഷ് വാട്ടർ ത്രൂ മെത്തേഡ്സ് ലൈക്ക് ഇലക്ട്രോഡയാലിസിസ് ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ്. ത്രൂ മെത്തേഡ്സ് ലൈക്ക് ഇലക്ട്രോഡയാലിസിസ് ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ്. ലവണജലത്തിൽ നിന്നും ലവണം വേർതിരിക്കൽ, ഇലക്ട്രോഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നീ മാർഗങ്ങളിലൂടെയും ലവണജലം ശുദ്ധീകരിക്കാം. The ocean water is purified through the distillation in some places in India. The people of Lakshadweep use water obtained through this process. ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ സമുദ്രജലസേചനം എന്ന മാർഗം ഉപയോഗിച്ച് കടൽവെള്ളം ശുദ്ധീകരിക്കുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നത് ഈ രീതിയിൽ കടൽവെള്ളം ശുദ്ധീകരിച്ചാണ്. What are the other uses of oceans to man? What are the other uses of ocean to man? സമുദ്രങ്ങൾ മനുഷ്യന് നൽകുന്ന മറ്റ് പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? Provide several job opportunities in various sectors like fishing, its processing and marketing. Provide several job opportunities in various sectors like fishing, its processing and marketing.
മത്സ്യബന്ധനം, മത്സ്യസംസ്കരണം, മത്സ്യവിപണനം പോലുള്ള മേഖലകളിൽ ധാരാളം തൊഴിൽ സാധ്യതകൾ പ്രദാനം ചെയ്യുന്നു. പോസിബിലിറ്റീസ് ഫോർ ടൂറിസം, വിനോദസഞ്ചാര സാധ്യതകൾ. ഓഷ്യൻ ട്രാൻസ്പോർട്ട് ഈസ് ഐഡിയൽ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹെവി ഗുഡ്സ് അറ്റ് ചീപ്പർ റേറ്റ്സ് ഫ്രം വൺ കോണ്ടിനെൻറ്റ് ടു അനദർ. Ocean transport is ideal for the transportation of heavy goods and cheaper rates from one continent to another. ഭാരമേറിയ വസ്തുക്കൾ ചെലവ് കുറഞ്ഞ മാർഗത്തിലൂടെ വൻകരകളിൽ നിന്നും വൻകരകളിലേക്ക് കൊണ്ടുപോകാൻ സമുദ്രഗതാഗതം പ്രയോജനപ്രദമാണ്.
this video, you have to read the textbook. Then you will get a clear and wide idea about the given topic. ഈ ഭാഗം കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗത്തെക്കുറിച്ച് തീർച്ചയായും നല്ല വ്യക്തത ഉണ്ടാകും. I hope that we will meet tomorrow. നാളെ കാണുന്നതുവരെ എല്ലാ കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. And share the video with your friends. നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം മറ്റു കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്യുക.